ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ചാവ്, നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ കോൾ ഇൻഡെക്സ്, ഷെങ്കൻ സോൺ, കുക്രി ഡാൻസ്, ഇലക്ട്രൽ ബോണ്ട് സ്കീം, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഗ്രീസ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാവ് ഡാൻസിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ചാവ് ഡാൻസ് ആണ്. അപ്പോൾ ഈ ചാവ് ഡാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. അത് മാർഷൽ ആർട്സിൻ്റെയും അതുപോലെ തന്നെ ഫോക്ക് ട്രഡീഷൻസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഈ ചാവ് ഡാൻസ് എന്ന് മനസ്സിലാക്കുക. ഈ ചാവ് ഡാൻസിനകത്ത് പ്രധാനമായിട്ടും 3 സ്റ്റൈലുകളാണുള്ളത്. അത് ഈ ചാവ് ഡാൻസ് പെർഫോം ചെയ്യുന്ന 3 ഏരിയാസുമായിട്ട് കണക്റ്റഡ് ആണ് ഈ 3 സ്റ്റൈലുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത് പുരുളിയ ചാവ് ഡാൻസ് ആണ്, അത് വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ തന്നെ സെറൈക്കെല്ല ചാവ് ഡാൻസ് ഉണ്ട് ജാർഖണ്ഡത്തെ. അതുപോലെ തന്നെ മായൂർഭഞ്ച് ചാവ് ഡാൻസ് ഉണ്ട് ഒഡീഷയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാവ് ഡാൻസിനകത്ത് പ്രധാനമായിട്ടും ഈ ഡാൻസേഴ്സ് പെർഫോം ചെയ്യുന്നത് ഹിന്ദു എപ്പിക്കുകളായിട്ടുള്ള രാമായണ, മഹാഭാരതമൊക്കെ പോലുള്ള, അതുപോലെ തന്നെ പുരാണാസ്, മറ്റുള്ള ഇന്ത്യൻ ലിറ്ററേച്ചറിനകത്തൊക്കെ ഉള്ള കഥകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ 2010 റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ദി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് ചാവ് ഡാൻസിനെ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചാവ് ഡാൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രഡോമിനൻ്റ്ലി ഈ ചൈത്രപർവ അല്ലെങ്കിൽ സൺ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന പുരുളിയിലുള്ള ചില ആഘോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഫെസ്റ്റിവൽസ് ഉണ്ട്. ആ ഫെസ്റ്റിവൽസിൻ്റെ സമയത്ത്, ഇതൊക്കെ സ്പ്രിംഗ് ഫെസ്റ്റിവൽസ് ആണ്, ഇതിൻ്റെ സമയത്താണ് പ്രധാനമായിട്ടും ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡാൻസിൻ്റെയും അതുപോലെ തന്നെ മാർഷൽ ആർട്സിൻ്റെയും കുറേ എലമെൻറ്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡാൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് മോ കോമ്പാക്ട് ടെക്നിക്സ്, അതുപോലെ തന്നെ ബേർഡ് ആൻഡ് ആനിമൽ മൂവ്മെൻറ്റ്സ്, വില്ലേജ് ഹൗസ് ഹോൾഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കാറുണ്ട്. ഇത് പ്രധാനമായിട്ടും മെയിൽ ഡാൻസേഴ്സാണ് ഈ ചാവ് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അത് ഓപ്പൺ സ്പേസുകളിലാണ് ഇത് പെർഫോം ചെയ്യാറുള്ളത്, അതും രാത്രി കാലങ്ങളിൽ. അപ്പോൾ ഈ ഓപ്പൺ സ്പേസുകൾ അറിയപ്പെടുന്നത് അഖാഡാസ് അല്ലെങ്കിൽ അസാർസ് എന്നുള്ള പേരിലാണ്. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. ഈ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചെറിയൊരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലുള്ള ഒരു കമ്പനിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർ പ്രധാനമായിട്ടും അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് അയൺ ഓർ, അതുപോലെ കോപ്പർ, റോക്ക് ഫോസ്ഫേറ്റ്, ലൈം സ്റ്റോൺ, ഡോളമൈറ്റ്, ജിപ്സം, ബെൻറ്റോണൈറ്റ്, മാഗ്നസൈറ്റ്, ഡയമണ്ട്, ടിന്ന്, ടങ്സ്റ്റൺ, ഗ്രാഫൈറ്റ്, അതുപോലെ കോളൊക്കെ പോലുള്ള കാര്യങ്ങളാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൺ ഓർ പ്രൊഡ്യൂസറും എക്സ്പോർട്ടറും കൂടിയാണ് ഈ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 35 മില്യൺ ടൺ ഓഫ് അയൺ ഓർ ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും പ്രധാനമായിട്ടും ഇവരുടെ കൺട്രോളിലുള്ള 3 മെക്കനൈസ്ഡ് അയൺ ഓർ മൈനുകളുണ്ട് ഛത്തീസ്ഗഡിലും കർണാടകയിലും ആയിട്ടുള്ളത്. അവിടെ നിന്നാണ് അവർ പ്രധാനമായിട്ടും അയൺ ഓർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരേ ഒരു ഡയമണ്ട് മൈന് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. ആ ഡയമണ്ട് മൈന് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് മധ്യപ്രദേശിലെ പന്നയിലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ കോൾ ഇൻഡെക്സ് ആണ്. നാഷണൽ കോൾ ഇൻഡെക്സും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണവും ഈ സെയിം പേജിൽ തന്നെ ഇന്ത്യയിലെ നാഷണൽ കോൾ ഇൻഡെക്സ് ഡിസംബർ മാസത്തിൽ ഒന്ന് ഡിക്ലൈൻ ചെയ്തതായിട്ടുള്ള ഒരു ചെറിയൊരു വാർത്ത അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാഷണൽ കോൾ ഇൻഡെക്സിനെ കുറിച്ച് ഇതിന് മുമ്പും നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ നാഷണൽ കോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2017-18 ഒരു ബേസ് ഇയർ ആയിട്ട് എടുത്തുകൊണ്ട് ഓരോ മാസവും ഇന്ത്യയിലെ കോൾ പ്രൈസിനകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ് കണക്കാക്കുന്ന, അല്ലെങ്കിൽ ആ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് തയ്യാറാക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് നാഷണൽ കോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ത്യയിലെ കോളിൻ്റെ ഒരു പ്രൈസ് ഇൻഡെക്സ് ആണ് നാഷണൽ കോൾ ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2017-18 ആണ്. മന്ത്ലി ബേസിസിലാണ് ഈ കോൾ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ കോൾ ഇൻഡെക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഈ കോളിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസസ് ഉണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ നോട്ടിഫൈഡ് പ്രൈസ്, ഓപ്ഷൻ പ്രൈസ്, ഇമ്പോർട്ട് പ്രൈസ് എന്നൊക്കെ പറയുന്ന പ്രൈസുകളുണ്ട്. ഇതെല്ലാതും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ നാഷണൽ കോൾ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ കോൾ ഇൻഡെക്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ കോളിൻ്റെ എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോൾ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൈവറ്റ് കമ്പനീസിന് കോൾ ബ്ലോക്കുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള റവന്യൂ ഷെയറിംഗ് ഒക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട്, അതായത് പെർ ടണ്ണിന് എത്ര റവന്യൂ ആണ് അവർ ഷെയർ ചെയ്യുന്നതെന്നൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ കോൾ ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ കോൾ ഇൻഡെക്സിനകത്ത് 5 സബ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 3 നോൺ കോക്കിംഗ് കോളും 2 കോക്കിംഗ് കോളും ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഷെങ്കൻ സോൺ ആണ്. ഷെങ്കൻ സോൺ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ഒരു വിസ ഫ്രീ സോൺ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഷെങ്കൻ സോണിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം യൂറോപ്പിലെ ഒരു റിലേറ്റീവ്ലി പുതിയ ഒരു രാജ്യമാണ് കൊസോവോ എന്ന് പറയുന്നത്. ഈസ്റ്റേൺ യൂറോപ്പിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, പണ്ട് സെർബിയയുടെ ഭാഗമായിരുന്ന, പക്ഷേ 1990-കളിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പോയിട്ടുള്ള ഒരു രാജ്യമാണ് കൊസോവോ. പക്ഷേ കൊസോവോന് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട്
കുറച്ച് രാജ്യങ്ങൾ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ റഷ്യ ഒക്കെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും കൊസോവോനെ സെർബിയയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ കൊസോവോനെ ഷെങ്കൻ സോണിൽ ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഈ സെയിം പേജ് 12 ഹിന്ദുവിൻ്റെ പേജ് 12 പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഷെങ്കൻ സോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഷെങ്കൻ സോൺ എന്ന് പറയുന്നത് യൂറോപ്പിലെ 27 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിസ ഫ്രീ സോണാണ്. ദാറ്റ് മീൻസ് ഈ 27 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിസ കൂടാതെ പരസ്പരം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ, ബോർഡർ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ പരസ്പരം യാത്ര ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കുന്ന ഒരു സോണാണ് ഈ ഷെങ്കൻ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും ഈ ഷെങ്കൻ സോണിൽ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുക. ഈ യൂറോപ്യൻ യൂണിയനിലുള്ളതുപോലെ തന്നെ ഷെങ്കൻ സോണിലും 27 രാജ്യങ്ങളാണുള്ളത്. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള 23 രാജ്യങ്ങൾ മാത്രമേ ഷെങ്കൻ സോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സൈപ്രസ്, റൊമേനിയ, ബൾഗേറിയ, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഷെങ്കൻ സോണിൻ്റെ ഭാഗമല്ല. പക്ഷെ അതേസമയം യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത ഐസ്ലൻഡ്, ലിക്കൻസ്റ്റൈൻ, സ്വിറ്റ്സർലാൻഡ്, നോർവേ എന്നീ 4 രാജ്യങ്ങൾ ഷെങ്കൻ സോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 27 രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഒരിക്കലും ഷെങ്കൻ സോണിൻ്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രദേശത്തിന്, അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് ഷെങ്കൻ സോൺ അല്ലെങ്കിൽ ഷെങ്കൻ ഏരിയ എന്നൊക്കെയുള്ള പേര് കിട്ടാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫൗണ്ടേഷണൽ എഗ്രിമെൻറ്റ് 1985 സൈൻ ചെയ്യപ്പെടുന്നത് ഈ ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ ജർമ്മനിയുടെ ഒക്കെ ഇടയിൽ ലക്സംബർഗിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്നത്. അതായത് ഒരു വളരെ ചെറിയൊരു രാജ്യമാണ് ലക്സംബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലക്സംബർഗിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിനും ജർമ്മനിയായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേര് ഷെങ്കൻസ് ആണ്. അവിടെ വെച്ചിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷെങ്കൻ സോൺ അല്ലെങ്കിൽ ഷെങ്കൻ ഏരിയ എന്നത് അറിയപ്പെടാനുള്ള കാരണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കുക്രി ഡാൻസ് ആണ്. സോ ഈ കുക്രി ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തിയിൽ പലപ്പോഴും ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ തമ്മിൽ ചില അടിപിടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫിസ്റ്റ് ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ അതിർത്തി മേഖലകളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാർക്ക് മാർഷൽ ആർട്സ് ട്രെയിനിങ് കൊടുക്കാൻ ഇന്ത്യൻ ആർമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ മേഖലയിൽ ഡിപ്ലോയ് ചെയ്യപ്പെടുന്ന ഗൂർഖാസിനൊക്കെ ഈ കുക്രി ഡാൻസിലാണ് പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കുക്രി ഡാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുക്രി ഡാൻസ് എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഗൂർഖകളുടെ കയ്യിലിരിക്കുന്ന ഒരു വളഞ്ഞ നീളം കൂടിയ ഒരു കത്തിയുണ്ട്, അതിൻ്റെ പേരാണ് കുക്രി എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇത് ഗൂർഖാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു ട്രഡീഷണൽ ക്ലാസിക്കൽ ഡാൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ബ്രേവറിയും അതുപോലെ തന്നെ മാർഷൽ ആർട്സ് സ്കിൽസും ഒക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്നൊരു ഡാൻസാണ് ഈ കുക്രി ഡാൻസ് എന്ന് പറയുന്നത്. പിന്നെ കുക്രി ഡാൻസ് എന്ന് വിളിക്കാനുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഗൂർഖാസ് ട്രഡീഷണലി യൂസ് ചെയ്യുന്ന കുക്രി എന്ന് പറയുന്ന നീളം കൂടിയ വളഞ്ഞ ഒരു ട്രഡീഷണൽ ഗൂർഖ നൈഫ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസോസിയേഷൻ കാരണം, അതുപോലെ തന്നെ ഈ നൈഫ് മെൻ ആൻഡ് വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടുമാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ട്രഡീഷണൽ ഡാൻസിലൊക്കെ കാണുന്നത് പോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ബീറ്റിനനുസരിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇത് ഈ സോൾജിയേഴ്സിൻ്റെ കറേജിന്, അല്ലെങ്കിൽ അവരുടെ ധൈര്യത്തിനൊക്കെ ഉള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ കുക്രി ഡാൻസ് പെർഫോം ചെയ്യാറ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഹൈലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം. കാരണം നമുക്കറിയാം, ഇന്നലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ഇന്ത്യയിലെ ഗവൺമെൻറ് 2017 ഇന്ത്യയിൽ പ്രഖ്യാപിക്കുകയും 18 തൊട്ട് നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്താലും ഹിന്ദു എടുത്താലും അതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ വാർത്തകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് എന്താണ് ഈ സുപ്രീം കോടതി വിധിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് സ്കീം വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങൾ അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 20,000 രൂപയിൽ താഴെയാണ് ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സ്ഥാപനത്തിൽ നിന്നോ ഡൊണേഷനായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ഫിനാൻഷ്യൽ ഡൊണേഷനായിട്ട് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ സോഴ്സ് അവർ കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. അതായത് ആരാണ് അത് തന്നതെന്ന് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ ഒക്കെ കണക്കനുസരിച്ച് 2004, 2005 തൊട്ട് 2014, 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടുള്ള
സംഭാവനകളിൽ ഏകദേശം 69% അൺനോൺ സോഴ്സസിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് മണിക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്സിനകത്ത് വലിയ ഇതിലുള്ള സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് രാഷ്ട്രീയ പാർട്ടികൾ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ പിന്നീട് അവരുടെ എതിരാളികൾ അധികാരത്തിൽ വരുന്ന സമയത്ത് അവരെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനകത്തൊരു അനോണിമിറ്റി കൊണ്ടുവരാനും അതേസമയം ബ്ലാക്ക് മണിയുടെ ഇൻഫ്ലുവൻസ് കുറക്കാനും ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2017 ബഡ്ജറ്റിൻ്റെ സമയത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രൽ ബോണ്ട് സ്കീം 2017 ബഡ്ജറ്റിൻ്റെ സമയത്ത് അരുൺ ജെയ്റ്റ്ലിയാണ് പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ ഫിനാൻസ് ബില്ലിൻ്റെ ഭാഗമായിട്ടൊരു മണി ബില്ലായിട്ടാണ് ഇത് പാസ്സാക്കുന്നത്. ഇത് നടപ്പിലാക്കി തുടങ്ങുന്നത് 2018 ഇത് 1000ന്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിട്ടാണ്. 1000, 10,000, 1,00,000, 10,00,000 അങ്ങനെ 1 കോടി വരെയുള്ള രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഈ ഇഷ്യൂ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇത് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിലൂടെ മാത്രമാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാ ദിവസവും നമുക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. പകരം ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ എന്നീ മാസങ്ങളിലെ 10 ദിവസങ്ങളിലും ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ 30 ദിവസവുമായിരിക്കും ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുക. ഇലക്ട്രൽ ബോണ്ടിൻ്റെ വാലിഡിറ്റി 15 ദിവസമായിരിക്കും. അതായത് ഇലക്ട്രൽ ബോണ്ട് ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാം, സംഭാവനയായിട്ട് കൊടുക്കാം. ആ പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും, അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ യോഗ്യരായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടാകും. ആ ബാങ്ക് അക്കൗണ്ടിലൂടെ അവർക്കത് ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റും. പക്ഷേ 15 ദിവസത്തിനകത്ത് അത് ചെയ്യണം എന്നുണ്ട്. ഇതൊരു ബെയറർ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊരു ഇൻട്രസ്റ്റ് ഫ്രീ ബോണ്ട് ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് നമുക്ക് ഒരിക്കലും ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പകരം ചെക്കായിട്ടോ ബാങ്ക് ട്രാൻസ്ഫറിലൂടെയോ മാത്രമേ SBIയുടെ കയ്യിൽ നിന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കണമെങ്കിലുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം. തൊട്ട് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിലോ 1% വോട്ട് സെക്യൂർ ചെയ്തിട്ടുള്ളൊരു പാർട്ടി ആയിരിക്കണം ഇവരെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ടിനകത്ത് ഇത് ആരാണ് ഈ ബോണ്ട് പർച്ചേസ് ചെയ്തതെന്നുള്ള കാര്യം ആ ബോണ്ടിനകത്ത് ഉണ്ടാവില്ല. അതാണ് ഇതിനൊരു ബെയറർ ഇൻസ്ട്രുമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഫണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൂടെ ഈ ഡോണേഴ്സ് പിന്നീട് ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളാൽ വേട്ടയാടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിലും ഇതൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള അനോണിമസ് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ലൂപ്പ് ഹോൾ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണമാണിത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പറയുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഡോണറുടെ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഫോർമൽ എക്കണോമി അതായത് ബാങ്കിങ് ചാനൽസിലൂടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതുകൊണ്ട് ഫോർമൽ എക്കണോമിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം, ഇത് ട്രാൻസ്പെറൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുമ്പോഴും ഇതൊരു തരത്തിൽ ട്രാൻസ്പെറൻസി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇലക്ട്രൽ ബോണ്ടിലൂടെ ആരാണ് ഫണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിപ്പെടില്ല. ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും പ്രധാനമായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് അവർ വോട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന് ആരാണ് ഫണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 അനുസരിച്ചിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ വയലേഷൻ കൂടിയാണിത്. മറ്റൊന്ന്, ഇത് ഡോണറുടെ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഈ SBIയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ ഒരാൾ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ KYC നോംസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. അതായത് നോ യുവർ കസ്റ്റമർ എന്നുള്ള നോം ഫുൾഫിൽ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് SBIക്ക് അറിയാം ആരാണ് ഇലക്ട്രൽ ബോണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളത്. അപ്പോൾ അത് SBIയുടെ കയ്യിൽ ആ ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൂടാതെ ഗവൺമെന്റൽ ഏജൻസീസിന് ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നും സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോണറുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് മാത്രമാണ് ഈ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം SBIക്ക് അതൊരു മേജർ സ്റ്റേക്ക് ഉള്ള ആളാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗവൺമെന്റൽ ഏജൻസീസ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI പോലുള്ള ഏജൻസീസിന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഗവൺമെന്റിന്, ദാറ്റ് മീൻസ് ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ ഡോണേഴ്സിന് ഇൻഫർമേഷനിലേക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുന്നത് ഒരു ഫോൾസ് പ്രോമിസ് ആണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള 5ഓളം നിയമങ്ങളെ നമ്മുടെ പാർലമെൻറ്റ് അമെൻഡ് ചെയ്തിട്ടുണ്ട് അന്നത്തെ 2017 ഫിനാൻസ് ആക്ടിലൂടെ. ഓക്കെ, ഇന്ത്യയിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, കമ്പനീസ് ആക്ട്, അതുപോലെ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്നീ നിയമങ്ങൾ അമെൻഡ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ആക്ടുകളൊക്കെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഫിനാൻസ് ബില്ലിൻ്റെ ഭാഗമായിട്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ഇതൊരു മണി ബില്ലായിട്ടാണ് പാസ്സാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മണി ബില്ലല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് ഒക്കെ അനുസരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു തരത്തിലും ഫണ്ടിങ് സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോറിൻ കമ്പനീസിൻ്റെ സബ്സിഡറീസിൽ നിന്ന് ഫണ്ടിങ് സ്വീകരിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനകത്ത് വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് ഇടപെടലുകൾ നടത്താനുള്ള ഒരു വാതിൽ തുറന്നിടുന്നതാണ് എന്നുള്ള ഒരു ഒബ്ജക്ഷൻ ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം ആരംഭിച്ച സമയത്ത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞതായിട്ട് പിന്നീട് RTIയിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ഒരു പ്രശ്നം. ഇനി മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു കമ്പനി ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇലക്ഷൻ സംഭാവന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഡൊണേഷൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രോഫിറ്റിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 7.5% കൂടുതൽ ഇത്തരത്തിൽ സംഭാവന കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ആ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷെൽ കമ്പനികളിലൂടെയൊക്കെ വലിയ രീതിയിൽ പണം പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് പമ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ പണത്തിൻ്റെ സ്വാധീനം രാഷ്ട്രീയത്തിനകത്ത് ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്, അതൊരു തരത്തിൽ ലീഗലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എന്നൊരു പ്രശ്നം, ഒരു ആരോപണം ഇലക്ട്രൽ ബോണ്ട് സ്കീം നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്കീമുമായിട്ട് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞിട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന NGOയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും ഇങ്ങനെയുള്ള ചില ആളുകൾ ചേർന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഓർഗനൈസേഷൻസ് ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതും അങ്ങനെ സുപ്രീം കോടതി 2019 ഈ കേസിനകത്ത് ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതി വേർഡിക്റ്റിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ആർട്ടിക്കിൾ 19 പറയുന്ന വിവരാവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്നുള്ളതാണ്. 2, ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീമിലൂടെ ഫണ്ടിങ് കിട്ടാൻ ഏറ്റവും അധികം സാധ്യതകളുള്ളത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫണ്ടിങ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ചില കേസുകളിൽ സംസ്ഥാന ഗവൺമെന്റുകൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കുമാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു അൺഈക്വാലിറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 14 വയലേഷനാണ്. അതുപോലെ തന്നെ ഇലക്ട്രൽ റിഫോംസിനെ ഇത് അണ്ടർമൈൻ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇനീക്വാലിറ്റി കൊണ്ടുവരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സുപ്രീം കോടതി വേർഡിക്റ്റിനകത്ത് അവർ പറയുന്ന കണ്ടെത്തലുകൾ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വേർഡിക്റ്റിനകത്ത് പറയുന്നത് ഈ കാരണങ്ങളാൽ, അതായത് ആർട്ടിക്കിൾ 19 14 വയലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് സ്കീമിൻ്റെ ഭാഗമായിട്ട് കമ്പനീസ് ആക്ടിനകത്തും അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനകത്തും കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റുകൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർത്തലാക്കണം എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല 2019 സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഈ ഇടക്കാല ഉത്തരവിന് ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുകയും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുകയും ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ആരാണത് പർച്ചേസ് ചെയ്തത്, അവർ എത്ര രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് പർച്ചേസ് ചെയ്തത്, അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ക്യാഷ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർച്ച് 6 മുമ്പായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അറിയിക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് മാർച്ച് 13 മുമ്പായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അവസാനം ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗ്രീസാണ്. പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഗ്രീസാണ്. അപ്പോൾ ഗ്രീസ് എന്ന് പറയുന്നത് സദേൺ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇവരുടെ ഒഫീഷ്യൽ നെയിം ഹെലനിക് റിപ്പബ്ലിക് എന്നാണ്. ഈ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ബാൽക്കൻ പെനിൻസുല, ഇപ്പോൾ ഈ ഗ്രീസ്, അൽബേനിയ, നോർത്തൺ മാസിഡോണിയ, അതുപോലെ തന്നെ ബൾഗേറിയ ഒക്കെ പോലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു മുനമ്പിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പെനിൻസുലിനെയാണ് ബാൽക്കൻ പെനിൻസുല എന്ന് പറയാം. ആ ബാൽക്കൻ പെനിൻസുലയുടെ സദേൺ ടിപ്പിലായിട്ടാണ് ഗ്രീസ് കിടക്കുന്നത്. ഇവരുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നോർത്ത് വെസ്റ്റിലായിട്ട് അൽബേനിയ, അതുപോലെ തന്നെ നോർത്തിലായിട്ട് നോർത്ത് മാസിഡോണിയയും അതുപോലെ ബൾഗേറിയയും, ഇനി ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് ഏജിയൻ സീ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ട് ടർക്കി അല്ലെങ്കിൽ തുർക്കി ഉണ്ട്. ഇനി സദേൺ സൈഡിലായിട്ട് ഒരു സീ ഓഫ് ക്രെറ്റെ എന്ന് പറയുന്ന ചെറിയൊരു കടലുണ്ട്. അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീയും നമുക്ക് കാണാൻ സാധിക്കും.
ഇനി ഗ്രീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രാഡിൽ ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ, അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ, ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി, ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി, ബർത്ത് പ്ലേസ് ഓഫ് ഹിസ്റ്റോഗ്രഫി, ബർത്ത് പ്ലേസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, വെസ്റ്റേൺ ലിറ്ററേച്ചർ, തിയേറ്റർ, ഒളിമ്പിക്സ്, ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഗ്രീസ് ആണ്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് വലിയ ഇതിലുള്ള മേജർ സയൻറ്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ ഒറിജിനും വരുന്നത് ഈ ഗ്രീസിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.